എടാ, ആ പിഞ്ചു മക്കൾ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? ആ 4 പിഞ്ചു അവന മക്കൾ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? അബുദാബിയിൽ 4 പിഞ്ചു മക്കൾ മരണപ്പെട്ടായിരുന്നല്ലോ. ആ വീഡിയോയുടെ താഴെ ഇവൻ വന്നിട്ട കമന്റാണ്, പന്നി പെരുകുന്നത് പോലെ പെറ്റ് കൂട്ടുന്നുണ്ടല്ലോ, കുറച്ചെണ്ണം ചത്ത് പൊയ്ക്കോട്ടെ, വീണ്ടും പെറാലോ. എന്താ പറയും? ആ പിഞ്ചു മക്കള് മരണപ്പെട്ടപ്പം ആ മരണപ്പെട്ട ഫോട്ടോയുടെ അടിയിൽ വന്നിട്ട് ഇത്തരം ഒരു കമന്റ് ഇടണമെങ്കിൽ ഇവന്റെ മനസ്സിന്റെ ഉള്ളിലെ വർഗീയതയൊന്ന് ആലോചിച്ച് നോക്കി. കേരളത്തിലെ എല്ലാ, അല്ലെങ്കിൽ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ, ഈ വാർത്ത എവിടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടോ, ജാതി മത ഭേദമന്യേ എല്ലാവരും വന്നിട്ട് കണ്ണീരൊഴുക്കുകയാണ്. 4 പിഞ്ചു മക്കളാണ്, ചെറിയ മക്കളാണ്. ഒന്ന് കണ്ടു നോക്കണം. ആ ഉപ്പ ആ 4 മക്കളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞു പോവും. ആ 4 മക്കളെ എന്താ പറയാ, ആ 4 മക്കളെ കബറടക്കാൻ വേണ്ടിയിട്ട് ആ വീൽ ചെയറിൽ വന്നിരുന്നിട്ട് ആ മനുഷ്യന്റെ നെഞ്ചു പൊട്ടുകയാണ്. ആ കുഞ്ഞു മക്കളെ ആണ് ഇവൻ പറയുന്നത് മരിച്ചു പൊയ്ക്കോട്ടെ എന്ന്. എന്ത് മനുഷ്യനാടാ! നിനക്കുണ്ടാവൂലടാ കുഞ്ഞുങ്ങള്, നിനക്കുണ്ടാവൂലടാ കുഞ്ഞുങ്ങള്. ഇവന് സൗദി അറേബ്യയില, റിയാദിലാണ് ജോലിയെന്നാ അറിയുന്നത്. ഏകദേശം ഞാൻ അറിഞ്ഞത് ഇവനെ തൂക്കിയെന്നാ പറയുന്നത്. റിയാദ് പോലീസിൽ ഏൽപ്പിച്ചു എന്നൊക്കെ അറിയുന്നുണ്ട്. നീ ഏകദേശം എന്താണെന്ന് അറിയില്ല. എന്തായാലും നാളെ അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് വീഡിയോ ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും നിന്റെ ആ മനസ്സുണ്ടല്ലോടാ, ദുഷിച്ച വൃത്തികെട്ട മനസ്സ്. എങ്ങനെയാടാ നിനക്ക് ഇതൊക്കെ പറയാൻ തോന്നുക? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിന്നോടൊക്കെ നിന്റെ അടുത്ത് ഈ കേരളത്തിലാവട്ടെ ഇന്ത്യയിലാവട്ടെ ഏതെങ്കിലും മുസ്ലിങ്ങൾ വന്നിട്ട് നിന്നെ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. എടാ, നീ ജോലി ചെയ്ത് ജീവിക്കുന്നത് സൗദി അറേബ്യയിൽ. നിന്റെ മക്കള്, നിന്റെ പെണ്ടാട്ടി, നിന്റെ അമ്മ, നിന്റെ അച്ഛൻ, നിന്റെ കുടുംബക്കാരെല്ലാവരും തിന്നുന്നത് മുസ്ലിങ്ങളുടെ പണം. എന്നിട്ട് നിനക്കെന്താണ് ഇത്ര മുസ്ലിം വിരോധം? പറടാ, എന്താണ് നിനക്ക് ഇത്ര മുസ്ലിം വിരോധം കാണിക്കാൻ വേണ്ടിയിട്ട്? എടാ, ഇവിടെ ഓരോ പ്രവാസികള് ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് ഓരോ പ്രവാസി റൂമിൽ കിടക്കുന്നത്. മനസ്സിലായോ? അവന് ഹിന്ദു ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും. എല്ലാവരും ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ് ഈ GCC രാജ്യത്തിൽ ജോലി ചെയ്യുന്നത്. നീ എന്താടാ ഇങ്ങനെ ആയിപ്പോ? നിന്നെ പോലെ കുറെ എണ്ണം ഉണ്ടടാ, നിന്നെ പോലെ കുറെ എണ്ണം ഉണ്ട്. ഒരാളൊന്നും അല്ല, നിന്നെ പോലെ ഒരുപാട് ഒരുപാട് പേരുണ്ട് ഈ മനസ്സിന്റെ ഉള്ളിൽ ഈ മതവർഗീയത ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. അതായത് ഇസ്ലാമിന്റെ പണം വേണം, ഇസ്ലാം രാജ്യത്ത് വന്ന് ജോലി ചെയ്യണം, ജീവിക്കണം, എല്ലാം ചെയ്യണം. പക്ഷെ മുസ്ലിങ്ങളെ കണ്ടുകൂടാ. അല്ല, എന്താണ് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കണം, എന്താണ് നിന്റെ പ്രശ്നം? ആ 4 പിഞ്ചു മക്കളില് നീ എന്ത് വർഗീയതയാ കണ്ടത്? നീ പറയ്. ആ ഉപ്പ ചങ്ക് പൊട്ടിയിരിക്കുന്ന നീ കണ്ടില്ലടാ? നീയൊക്കെ ഒരു മനുഷ്യനാടാ. നീയൊക്കെ മനുഷ്യനൊന്നുമല്ലടാ. നീയൊക്കെ ചാവുമ്പോ പുഴുത്ത് ചാവും. പുഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴു അറിയോ? പുഴു വരിച്ച് നീ എല്ലാം ചാവൂടാ. അമ്മായൊരു വിഷമാണ് നിന്റെയൊക്കെ ഉള്ളിലുള്ളത്. നീ എല്ലാം പുഴു വരിച്ച് ചാവും. എന്തായാലും സൗദി ജയിലിൽ പിടിച്ചെന്നാ അറിയുന്നത്. എന്തായാലും നിന്നെ ഒരു ആള് ഇറക്കാൻ വരൂല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഓഹ്, വല്ലാത്തൊരു നായി തന്നെടാ നീ, വല്ലാത്തൊരു നായി. എന്ത് ജന്മാടാ നിന്റെയൊക്കെ? എന്ത് ജന്മാടാ നീയൊക്കെ? നീയൊക്കെ മനുഷ്യ ജന്മല്ലടാ, പട്ടി ജന്മത്തിൽ നിന്നെ ഒന്നും കൂട്ടാൻ പറ്റൂല. നീയൊക്കെ തീട്ടമാണ്, വെറും തീട്ടം. ആ, അതിലും കൂട്ടണം നിന്നെയൊക്കെ, അതിലേ കൂട്ടാൻ പറ്റൂ. വല്ലാത്തൊരു നായി, വല്ലാത്തൊരു നായിയാടാ നീ, വല്ലാത്തൊരു നായി. ആ പിഞ്ചു മക്കളുടെ മുഖം ഇതുവരെ മാറിയിട്ടില്ല.